എറണാകുളം മാളികം പീടിക വാതുറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാഭരണം മോഷ്ടിച്ച് മുക്കുപണ്ടം വെച്ച മേൽശാന്തിയെ സംരക്ഷിച്ച് ദേവസ്വം ബോർഡും പോലീസും. കേസ് മുക്കിയതിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. മോഷണം പിടിക്കപ്പെട്ടതോടെ സ്വർണ്ണമാല തിരികെ ഏൽപ്പിച്ചതിനാൽ കേസെടുത്തില്ല. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പറവൂർ ഗ്രൂപ്പിന് കീഴിലാണ് എറണാകുളം മാളികം പീടിക വാതുറക്കാവ് ഭഗവതി ക്ഷേത്രം. അവിടെ താൽക്കാലിക മേൽശാന്തിയായിരുന്ന സുനിൽ മാധവ് മാറി സ്ഥിരം മേൽശാന്തി ചുമതല ഏറ്റെടുത്ത സമയത്താണ് തിരുവാഭരണത്തിലെ 2 സ്വർണ്ണമാലകൾ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ ആലുവ വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇടത് യൂണിയൻ നേതാക്കളുടെ സമ്മർദ്ദം മൂലം തൊട്ടടുത്ത ദിവസം തന്നെ സബ് ഗ്രൂപ്പ് ഓഫീസർ അഞ്ജുഷയും പറവൂർ ഗ്രൂപ്പ് മൂകാംബിക ദേവസ്വം മാനേജർ മോഹനനും ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തുകയും പരാതി ഒത്തുതീർപ്പാക്കാൻ പോലീസിനെ നിർബന്ധിക്കുകയും ചെയ്തതായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സ്വർണ്ണ തിരുവാഭരണം തിരികെ കൊണ്ടുവന്നതിനാൽ കേസ് ഒത്തുതീർപ്പാക്കിയതായി പോലീസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് എങ്ങനെ സാധ്യമാകുമെന്നാണ് ഭക്തർ ചോദിക്കുന്നത്. ആ പോസ്റ്റ് കിട്ടിയ ഈ വിഷ്ണു എന്ന് പറഞ്ഞ തിരുമേനിയാണ്. ആ തിരുമേനി അത് കയ്യിൽ എടുത്തപ്പോൾ തന്നെ തിരുമേനിക്ക് മനസ്സിലായി അത് മുക്കുകൊണ്ടുപോകണമെന്ന്. തിരുമേനി വേഗം ദേവസ്വം ബോർഡിലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ഇവിടെ വന്ന് അവിടെ അന്നേരം ഒരു സെറ്റിലാക്കാനുള്ള പരിപാടിയായിരുന്നു ദേവസ്വം ബോർഡ് ചെയ്തത്. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പരാതി ഇയാൾ കൊണ്ടുവന്ന് കൊടുത്തു, സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ കേസാക്കാൻ പോലീസുകാർ പറഞ്ഞപ്പോഴാണ് കേസാക്കണ്ട, ഇത് ഒത്തുതീർപ്പാക്കി ഇത് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ അവർ ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. അത് സ്വർണ്ണ തിരുവാഭരണം മോഷണം പോയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് നൽകിയ വിവരാവകാശ മറുപടി ഞെട്ടിക്കുന്നതാണ്. എന്നാൽ പിന്നീട് നൽകിയ വിവരാവകാശ രേഖയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ജോലിയിൽ നിന്ന് മാറ്റിയതായും പറയുന്നു. അത് ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. പുള്ളി അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേസില്ലല്ലോ, പിന്നെ അവിടെ കേസില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് വെച്ചു. അങ്ങനെ ഒരു സംഭവം അവിടെ ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടില്ലാത്ത രീതിയിലാണ് അവർ സംസാരം ആ വിരാശത്തിൽ പറയണത്. സ്വർണ്ണം അങ്ങനെ കളവ് നടന്നിട്ടുമില്ലെന്ന്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. മോഷണം നടത്തിയവരെയും കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ നടന്ന തിരുവാഭരണ തിരുമറിയിൽ നടപടി ആവശ്യപ്പെട്ട പരാതി നൽകിയിരിക്കുകയാണ് ഭക്തജനങ്ങൾ. മോഷണം പിടിക്കപ്പെട്ട് മോഷണം മുതൽ തിരികെ നൽകിയാൽ കളവല്ലാതാകുമോ? ക്ഷേത്രസ്വത്ത് ഈ വിധം കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിന് അധികാരം നൽകിയത് ആരാണ്? മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡും ഒത്താശ നൽകിയ പോലീസുമാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.